ഹലോ, എല്ലാവർക്കും ഗ്രേസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയും അതുപോലെ ഒരു അഗ്ലോണിമ പ്ലാന്റ്സും അതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ്സുകളും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഫസ്റ്റ് വരുന്നത്. അഗ്ലോണിമയുടെ റെഡ് മെറൂൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റ്. നല്ല ഭംഗിയുള്ള നല്ല റെഡ് കളർ കയറി വരുന്ന നല്ല പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയാണ്. പിന്നെ വരുന്നത് മെക്കാഡോയുടെ സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയായ മെക്കാഡോയുടെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതാ അതിൻ്റെ മദർ പ്ലാന്റ് ഇതാണ്. നല്ല ഭംഗിയായിട്ട് നല്ല ബുഷായിട്ടുള്ള നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഇതാ ഒരു വലിയ പോട്ടിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിറച്ച് ഷൂട്ട്സൊക്കെ വന്ന് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അതിൻ്റെ ഈ പ്ലാന്റ് സൈസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ മദർ പ്ലാന്റാണിത്. ഇതാണ് പ്ലാന്റ്. അതിൻ്റെ ചെറിയ തൈയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇതാണ് കേട്ടോ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. മെക്കാഡോയുടെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. അതുപോലെ നമുക്ക് കലാത്തിയുടെ ഒരു കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 പ്ലാന്റ്സാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് റെഡ് ആപ്പിൾ, കലാത്തിയ റെഡ് ആപ്പിൾ എന്ന് പറയുന്ന പ്ലാന്റാണിത്. അടുത്തത് വരുന്നത് ഫ്ലെയിം സ്റ്റാർ ആണ്. ഇതാണ് പ്ലാന്റ്. അടുത്തത് വരുന്നത് മെഡാലിയൻ ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. പിന്നെ വരുന്നത് റാറ്റഡ് സ്നേക്ക് ആണ്. ഇതാണ് പ്ലാന്റ്. അപ്പോൾ ഇതാണ് ഈ 4 പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് 500 രൂപയാണ് കേട്ടോ. നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത് DTDC കൊറിയർ വഴിയാണ്. പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറുമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ. ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റ്സുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും. നമ്മൾ പ്ലാന്റ്സുകളുടെ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ ഫോട്ടോ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. ആ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കൊറിയറിൽ നമ്മൾ ഇവിടുന്ന് ഡെലിവറി കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.